സംസ്ഥാനത്ത് അഴിമതി കൂടുതൽ. തദ്ദേശ വകുപ്പിൽ അഴിമതി കണ്ടെത്തിയതിനെ തുടർന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ 41 കേസുകൾ രജിസ്റ്റർ ചെയ്ത് വിജിലൻസ്. 26 വീതം വിജിലൻസ് കേസുകളുമായി റവന്യൂ സഹകരണ വകുപ്പുകൾ തൊട്ടുപിന്നിൽ. 15 കേസുകളുമായി പൊതുമരാമത്ത് വകുപ്പ് 3-ാം സ്ഥാനത്ത്. കണക്കുകൾ സംബന്ധിക്കുന്ന രേഖകൾ ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. വിജിലൻസ് അന്വേഷണത്തിൽ മുൻപിലുള്ള ആദ്യ 10 വകുപ്പുകളിൽ 1-ാം സ്ഥാനത്താണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ്. അഴിമതി കണ്ടെത്തിയതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർക്കെതിരെ നിലവിൽ 41 അന്വേഷണങ്ങളാണ് നടക്കുന്നത്. റവന്യൂ സഹകരണ വകുപ്പുകളാണ് തൊട്ടുപിന്നിൽ. 26 വീതം അന്വേഷണങ്ങൾ ഇരു വകുപ്പുകളിലും പുരോഗമിക്കുന്നു. 15 വിജിലൻസ് കേസുകളുമായി പൊതുമരാമത്ത് വകുപ്പാണ് പട്ടികയിൽ 3-ാം സ്ഥാനത്ത്. വനം വകുപ്പ്, പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ എന്നീ വകുപ്പുകൾ യഥാക്രമം 4-ഉം 5-ഉം സ്ഥാനത്താണ്. ഇരു വകുപ്പുകളിലുമായി 11 വിജിലൻസ് അന്വേഷണങ്ങൾ നടക്കുന്നതായാണ് കണക്കുകൾ. മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ് എന്നിവിടങ്ങളിൽ 4 വീതവും, വ്യവസായം ഫിഷറീസ് വകുപ്പുകളിൽ 3 വീതവും, ബിവറേജസ് കോർപ്പറേഷൻ, ഇലക്ട്രിസിറ്റി ബോർഡ്, ജലവകുപ്പ്, വഖഫ് ബോർഡ്, ട്രഷറി എന്നിവിടങ്ങളിൽ 2 വീതവും വിജിലൻസ് അന്വേഷണങ്ങൾ നടക്കുന്നു. മറ്റ് വിവിധ വകുപ്പുകളിലായി 23 വിജിലൻസ് കേസുകളാണ് എടുത്തിട്ടുള്ളത്. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പിൽ മാത്രം 10 കേസുകൾ രജിസ്റ്റർ ചെയ്തു. അഴിമതിയെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ ബോർഡർ ചെക്ക് പോസ്റ്റിന്റെ രാത്രികാല പ്രവർത്തനം നിർത്തി. അതേസമയം ആഭ്യന്തര വിജിലൻസ് സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതെന്നാണ് സർക്കാർ വാദം. ഇതുകൂടാതെ കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്കെതിരെയും സംസ്ഥാന വിജിലൻസ് നടപടിയെടുത്തതായും രേഖകൾ വ്യക്തമാക്കുന്നു. RPF, സെൻട്രൽ GST, കസ്റ്റംസ്, CISF ഉദ്യോഗസ്ഥർക്കെതിരെയും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർക്കെതിരെയും ഈ സർക്കാരിന്റെ കാലത്ത് കേസുകൾ രജിസ്റ്റർ ചെയ്തു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.